ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് നല്ല ബോധ്യമുള്ള അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങി അവരിൽ നിന്നും നേരിട്ട് പരാതി കേട്ടു നവകേരള സദസ്സുമായി. പക്ഷേ വർഷം ഒന്ന് കഴിയുമ്പോഴും പല പരാതിയിലും പരിഹാരം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. ാണ് ക്യാൻസർ രോഗമാണ്, 2.5 വർഷം കൊണ്ട് ചികിത്സയിലാണ്. ഞാനിപ്പോൾ ഇത് 3ാമത്തെ അപേക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇവിടെ നവകേരളത്തിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപേക്ഷയായിട്ട് വന്നത്. 45 ദിവസത്തിനകത്ത് ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരും എന്നാണ് പറഞ്ഞാണ് ഇവിടെ കൊടുക്കാൻ വന്നത്. ഞാൻ നവകേരള സദസ്സിൽ പരാതി കൊടുത്ത്, പക്ഷേ ഇന്ന് വരെ ഒരു മറുപടിയും ആരും എങ്ങൊന്നും തന്നിട്ടുമില്ല. അതിനെപ്പറ്റി ഒരു ഇതുകളും ആരും പിന്നെ ചോദിച്ചിട്ടില്ല. പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു. പക്ഷേ ഒരു വർഷമായിട്ട് ഇതുവരെയും ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് 2-3 തവണ വിളിച്ചപ്പോഴും എന്തെങ്കിലും ഒരു ചെയ്യും എന്നുള്ളതുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് വരെയും ആരോഗ്യസ്ഥിതി നടക്കാനൊന്നും പറ്റില്ല. ഇതാണ് വളരുന്നത്. ഇനി അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. സാമ്പത്തികമായിട്ട് നമുക്ക് മോശമായതുകൊണ്ട് വലിയ ഇതില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോട്ട് കുറച്ച് കാലം അങ്ങനെ പോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു പെണ്ണ് വന്ന് പറഞ്ഞാണ് ഇവള് കേരളത്തിൽ കൊണ്ടു കൊടുക്കാൻ പോയത്. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു അത് വേണ്ടെന്ന്, നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. ഞാൻ അവളോട് പറഞ്ഞിട്ടും അവൾ കേൾക്കുക ആ പെൺകൊച്ചിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അവൾ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ടും ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 46 കൊല്ലം പ്രവർത്തിച്ച ആണ് ഞാൻ. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ 6 വയസ്സാണ് എനിക്കുള്ളത്. അന്ന് കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. പിന്നെ അതൊന്നും പറഞ്ഞ് ഇപ്പോൾ പഠിക്കുന്നതും കമ്മ്യൂണിസ്റ്റാണ്. 3 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഇവരുടെയൊന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ എന്ത് നവകേരളമാണ് നിങ്ങൾ സൃഷ്ടിച്ചത്? ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. ഇനിയെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നെല്ലിമുരുകനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.